ഹായ് ജെറിൻ. ഹലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൊത്തം എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മാവിക് സെൻറ്റർ സഹായിച്ചു. ഇപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് എല്ലാം എളുപ്പമാക്കി തന്നു. ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നാലും ഇപ്പോൾ ഒരു ബാങ്കിൽ പോയാലും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു പ്രണവ് ചേട്ടൻ. അപ്പോൾ മാവിക്സ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ആയാലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അതൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. ഇത് നല്ല കോപ്പറേഷൻ ഉണ്ടായിരുന്നു. അതന്നെ. ഓക്കെ, വെൽ പ്രിപ്പയർഡ് ആണോ പോകാനായിട്ട്? ഓക്കെ ഓക്കെ. അച്ഛനെന്താ പറയാനുള്ളത്? കുഴപ്പമില്ല. ഓവറോൾ സർവീസ് ഒക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എന്താ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? പറയണ്ടേ? ഇല്ല, അത് നമുക്ക് പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കാം. നമുക്കിപ്പോൾ വിസ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായി. അത് നമുക്ക് വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡിലേ ഒന്നും വരുന്നില്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് നവംബർ ആകുമ്പോഴത്തേക്കും പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. സോ ഓക്കെ, എങ്ങനെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ജെറിൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു റെഫറിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ? കുഴപ്പമില്ല, പോവാം, ഈസി. ഞാനൊരു ഫ്രണ്ടിനെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സ് സെൻറ്റർ. പക്ഷേ ഈസ്റ്റ് യൂറോപ്പ് യൂണിവേഴ്സിറ്റിത്തെ ഗേറ്റ് വേ അടച്ചു. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ എൻ്റെയൊക്കെയുള്ളൂ. അപ്പോൾ അവന് വളരെ സങ്കടമായി. കുറച്ച് ലേറ്റായി പറയാൻ, എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്ത ഇൻടേക്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്തുണ്ടെങ്കിലേക്ക് സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാമല്ലോ, കുഴപ്പമില്ല. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആക്കുന്നതിന് കാരണം ഇതാണ്. കാരണം യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇൻടേക്ക് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഓവറോൾ വെൽക്കം ടു ദ ഇവൻറ്റ്. ആൻഡ് നമുക്കിനി കുറച്ച് പരിപാടി കൂടി ബാക്കിയുണ്ട്. സോ താങ്ക് യു മാത്സ് സെൻറ്റർ.